UDFിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടിയാണ് UDF ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. UDFിലെ ഘടകകക്ഷികൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. കോൺഗ്രസും ലീഗും RSPയും കേരള കോൺഗ്രസും ഉൾപ്പെടെയുള്ള UDF ഘടകകക്ഷികൾ ഒരു മനസ്സോടുകൂടിയാണ് പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. ഇന്നലകളിൽ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ഒരു അഭിപ്രായ അനൈക്യം ഇന്ന് കോൺഗ്രസിലില്ല എന്നാണ് ഞങ്ങളുടെ ഉത്തമമായ വിശ്വാസം. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി ഒരു മനസ്സോടുകൂടി UDF മുന്നോട്ട് പോകുമ്പോൾ ഈ BJP CPM ധാരണയെ അതിജീവിച്ചുകൊണ്ട് അധികാരത്തിൽ വരാനും തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും കഴിയുമെന്നുള്ള 100% ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതാണ് ഞങ്ങൾ പറയുന്നത്. 100-ലധികം സീറ്റുകൾ വാങ്ങി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തിരിച്ച് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കഴിഞ്ഞ ദിവസം 9 കിലോമീറ്ററാണ് ചെങ്ങന്നൂരിന് ഇപ്പുറത്തു നിന്ന്, നിങ്ങളെല്ലാം ഉണ്ടായിരുന്നതാണ്, ഞങ്ങൾ പന്തളം വരെ യാത്ര ചെയ്തത്. റോഡിൻ്റെ ഇരുവശങ്ങളിലും തടിച്ചുകൂടിയ ജനങ്ങളുടെ മനസ്സ് നല്ലതുപോലെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. കേരളത്തിലെ വിശ്വാസ സമൂഹം അത് ജാതി മത സാമുദായിക ഭേദം കൂടാതെ എല്ലാ മതവിഭാഗങ്ങളും ഒരു ആരാധനാലയത്തിൽ പരസ്യമായ സ്വർണ്ണ കവർച്ച നടത്തി സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി സ്വർണ്ണ കവർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ മത സാമുദായിക വ്യത്യാസം കൂടാതെ കേരളത്തിലെ മുഴുവൻ വിശ്വാസ സമൂഹവും ജനാധിപത്യ സമൂഹവും ഒരു മനസ്സോടുകൂടി ഈ ഗവൺമെൻറ്റിനെ എതിർക്കുന്നു. ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ നിരവധിയാണ്. അതിനും അപ്പുറത്താണ് ഏറ്റവും ഒടുവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ. അത്തരമൊരു പശ്ചാത്തലത്തിൽ കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് അത്ഭുതകരമായ വിസ്മയകരമായ മുന്നേറ്റം പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും തുറന്നു നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൈവരിക്കും എന്ന നല്ല 100% കോൺഫിഡൻസ് ആണ്, ആത്മവിശ്വാസമാണ് UDF നേതൃത്വത്തിന് പൊതുവേ ഉള്ളത്. നിങ്ങൾ ദിനേന CPMൻ്റെ മുഖപത്രം പരിശോധിച്ചാൽ അറിയാം. ഞങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നം കല്ലുവച്ച പച്ചക്കള്ളം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഗീബൽസ്യൻ കള്ളപ്രചാര പ്രവർത്തനങ്ങളും അപകീർത്തികരമായ പരാമർശങ്ങളും നടത്തുക എന്നുള്ളതാണ് CPMൻ്റെ ഒടുവിലത്തെ പൊളിറ്റിക്സ്. CPM രാഷ്ട്രീയമായി കേരളത്തിൻ്റെ സമൂഹത്തോടൊന്നും പറയാനില്ല. വികസനോന്മുഖ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാനില്ല. വ്യക്തിഹത്യയിലൂടെ സന്ദേശം സിനിമയിൽ പറഞ്ഞതുപോലെ വ്യക്തിഹത്യയിലൂടെ ആൾക്കാരെ ഉന്മൂലനം ചെയ്യുക എന്ന ഉന്മൂലന രാഷ്ട്രീയ സിദ്ധാന്തമാണ് CPM അനുവർത്തിക്കുന്നത്. അതൊന്നും കേരളത്തിലെ ജനങ്ങൾ മുഖവിലേക്ക് എടുക്കാൻ പോകുന്നില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു. ജനങ്ങൾ അനുഭവസ്ഥരാണ്. ഇത്രയും വെറുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റും ഒരു മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഈ സംസ്ഥാനത്ത് എത്രയോ മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വെറുക്കപ്പെട്ട, ഇത്രയും അറപ്പോടുകൂടി കേരളം നോക്കുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത്, ശക്തി. ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള കനത്ത ജനവികാരമാണ് ഐക്യ ജനാധിപത്യ മുന്നണി അതിശക്തമായി തിരിച്ചു വരാൻ ആധാരമാകുന്ന പ്രധാനപ്പെട്ട ഘടകമെന്ന ആത്മവിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഷിബു ബേബി ജോൺ പത്രസമ്മേളനം നടത്തി പരസ്യമായി ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് ലഭിച്ച ആധികാരികമായ വിവരമെന്ന നിലയിൽ പത്രസമ്മേളനം നടത്തി ഷിബു ബേബി ജോൺ സൂചിപ്പിച്ചു. ഇതേ കാര്യം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പമ്പയിൽ കോൺഗ്രസ് നടത്തിയ വിശ്വാസ സംഗമത്തിൽ പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിച്ചു. അന്നൊന്നും ഇവർക്കില്ലാതിരുന്ന ഹാലിളക്കം ഇപ്പോഴുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സത്യത്തിൽ എല്ലാ കാലം 2014 നിങ്ങൾക്കറിയാം, 2019 അറിയാം. 2019 ഞാൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്താൽ തൊട്ടടുത്ത ദിവസം BJPയുടെ മന്ത്രിസഭയിൽ അംഗമായി ചേരുമെന്ന് പ്രചരിപ്പിച്ചവരാണ്. ഇവിടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കൊല്ലം നാഷണൽ ഹൈവേ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ വന്നു എന്നതിൻ്റെ പേരിൽ എന്തൊരു ആക്ഷേപമായിരുന്നു എനിക്കെതിരായി. 2024 സമാന സ്വഭാവത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ക്ഷണമനുസരിച്ച് പരസ്യമായി പൊതുവേദിയിൽ വെച്ച് ക്യാൻറ്റീനിൽ വെച്ച് അദ്ദേഹത്തോടൊപ്പം ഉച്ചഭക്ഷണത്തിൽ പങ്കുചേർന്നു എന്നതിൻ്റെ പേരിൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരെ ഉണ്ടായിരുന്ന വർഗീയപരമായിട്ടുള്ള ആക്രമണമായിരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ചുവന്ന പരവതാനി വിരിച്ച് രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് പ്രാതലൊരുക്കാൻ വേണ്ടി മുമ്പിൽ നിൽക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീ അമിത്ഷായെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കണ്ടു. വളരെ നേരത്തെ തന്നെ ഇത് ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതാണ്.
കാരണം അമിത്ഷായുമായി അദ്ദേഹത്തിന് അനിതര സാധാരണമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കൂടിക്കാഴ്ചയായിരുന്നു അമിത്ഷായുടെ വസതിയിൽ വെച്ച് പിണറായി വിജയനും അമിത്ഷായും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച. ഇതെല്ലാം വളരെ വ്യക്തമാണ്, പകൽ പോലെ വ്യക്തമാണ്. കേരളത്തിലെ CPM-ഉം കേന്ദ്രത്തിലെ BJP-യുടെ രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള അവിഹിതവും അവിശുദ്ധവും അലിഖിതവുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ധാരണ കേരളത്തിൽ ശക്തമായി നിലനിൽക്കുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കപ്പെടാൻ പോകുന്ന രാഷ്ട്രീയ ധാരണയാണ്. ഇന്നലെ വരെ അത് പരോക്ഷമായിരുന്നുവെങ്കിൽ ഇന്നത് പരസ്യമായ നിലയിൽ മുന്നോട്ട് വരുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സൂചനയാണ്. ദീർഘകാലത്തെ പരിശ്രമത്തിനൊടുവിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടക്കാൻ പിണറായി വിജയൻ്റെ മകനും മകൾക്കും ആ കുടുംബത്തിനെതിരായി SNC ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളെ നിരന്തരം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന CBI അടക്കമുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം മകനെതിരായി ED-യുടെ നോട്ടീസ് ഉണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായി ബോധ്യപ്പെട്ടു. മുഖ്യമന്ത്രി CBI-യുമായി ബന്ധപ്പെട്ട കേസിനെ നേരിടുന്നു. ഇങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മുഖ്യമന്ത്രിയും മകനും മകളും ഗുരുതരമായ അന്വേഷണങ്ങൾക്ക്, കേന്ദ്രാന്വേഷണ ഏജൻസികളുടെ അന്വേഷണങ്ങളെ നേരിടേണ്ടുന്ന ഒരു അവസ്ഥ CPM-നെ പോലെ ഒരു പാർട്ടിയുടെ നേതാവ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഈ സംസ്ഥാനത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കോൺഗ്രസ് രഹിത ഭാരതമെന്നുള്ള BJP-യുടെ പ്രഖ്യാപിതമായ മുദ്രാവാക്യത്തിൻ്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി കേരളത്തിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി BJP അധികാരത്തിലെത്തുക എന്ന രാഷ്ട്രീയമായ ഉദ്ദേശം 2036 BJP-ക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ള പച്ച പരവതാനി വിരിക്കുകയാണ് CPM പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഇന്ന് ചെയ്യുന്നത്. ഇപ്പോൾ CPI നിരന്തരമായി എതിർത്തതാണ് PM ശ്രീ പദ്ധതി. ആ എതിർത്ത PM ശ്രീ പദ്ധതിയാണ് ഏകപക്ഷീയമായി ശിവൻകുട്ടി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്രത്തിന് എഴുതാൻ വേണ്ടി തയ്യാറായത്. ഇതെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ നടന്ന നിതിൻ ഗഡ്കരിയുമായി നടന്ന അഭിമുഖം, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ച, അമിത്ഷായുമായി നടന്ന കൂടിക്കാഴ്ച, അതിനു മുമ്പ് പ്രാതൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മല സീതാരാമനുമായി ബന്ധപ്പെട്ട് നടന്ന കൂടിക്കാഴ്ച, ഇതെല്ലാം പകൽ പോലെ വ്യക്തമാണ്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ടല്ല, മകനും മകളും താനും നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, അതുപോലെ കരുവന്നൂർ ഉൾപ്പെടെയുള്ള നിരവധി ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി BJP-യുമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ രസതന്ത്രമാണ്, ഒരു പൊളിറ്റിക്കൽ കെമിസ്ട്രിയാണ് സത്യത്തിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും അതുപോലെ തന്നെ മുനിസിപ്പൽ പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ നീക്കം നടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതൊന്ന് കേരളത്തിലെ ജനങ്ങൾ നല്ലതുപോലെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാം എന്ന് വിചാരിച്ച പിണറായി വിജയന് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണ് ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ. ആ കാര്യത്തിൽ ഇപ്പോഴും നിലപാട് വ്യക്തമാക്കുന്നില്ലല്ലോ. 2025 ദ്വാരപാലക ശില്പം ഉൾപ്പെടെയുള്ളവ കൊണ്ടുപോയി തൂക്കക്കുറവുണ്ടായി എന്നും സ്വർണ്ണലോഭം സംഭവിച്ചു എന്നും 2023 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ കൃത്യമായ റിപ്പോർട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചുള്ളപ്പോഴാണ് 2025 ശ്രീ പ്രശാന്ത് ചെയർമാനായിട്ടുള്ള പ്രസിഡൻ്റായിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വീണ്ടും ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കത്തയച്ച് വിളിച്ചു വരുത്തി ഇത് ചെന്നൈയിൽ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമില്ലേ? 2019 നടന്ന സംഭവം ഒക്കെ വിശദീകരിച്ചിട്ടുള്ളതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ വളരെ വ്യക്തമാണ്, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അറിവും സമ്മതവും പങ്കാളിത്തവും ഇല്ലാതെ ഇത്തരം ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റം ശബരിമല പോലെയുള്ള ഏറ്റവും പരിപാവനമായിട്ടുള്ള ഒരു ക്ഷേത്ര സങ്കേതത്തിലെ ദ്വാരപാലക ശില്പങ്ങളും അതുപോലെ കട്ടളയും കട്ടളപ്പാളി ഉൾപ്പെടെയുള്ളവ കൊണ്ടുപോയി ചെമ്പാണെന്ന് രേഖാമൂലം എഴുതി കൊടുത്ത് കൊണ്ടുപോയി മാറ്റം ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇതിന് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അറിവും ഒത്താശയുമില്ലാതെ ഒരിക്കലും ഇത് നടക്കില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് പ്രതിരോധത്തിലായ CPM ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ ഉന്നയിക്കുന്നവരെ വർഗീയതയുടെ ചാപ്പ കുത്തി
സംഘിവൽക്കരണത്തിൻ്റെ ചാപ്പ കുത്തി നിശബ്ദമാക്കാമെന്നാണ് CPM സൈബർ ഹാൻഡിലുകളും അതിന് നേതൃത്വം കൊടുക്കുന്ന AKG സെൻറ്ററിലെ പ്രത്യേക സെല്ലും അതിന് നേതൃത്വം കൊടുക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പും വിചാരിക്കുന്നതെങ്കിൽ 10 മടങ്ങ് ശക്തിയോടുകൂടി 2018-ലെയും 19-ലെയും സംഭവങ്ങൾ ഞങ്ങൾ വിശ്വാസ സമൂഹത്തിൻ്റെയും കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തിൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരും. എനിക്കറിയാം 2019-ൽ 17-ാം ലോക്സഭയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ പ്രഥമ സ്വകാര്യ ബിൽ അവതരിപ്പിക്കുന്ന ദിവസത്തിൽ ആദ്യത്തെ 17-ാം ലോക്സഭയിലെ ഫസ്റ്റ് പ്രൈവറ്റ് മെമ്പർ ബിൽ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഞാൻ അവതരിപ്പിച്ച സ്വകാര്യ ബില്ലായിരുന്നു. അന്നും ഇതുപോലെയുള്ള കടന്നാക്രമണം, സംഘിവൽക്കരണത്തിൻ്റെ പേരിലുള്ള കനത്ത കടന്നാക്രമണം 2019-ലും ഞാൻ നേരിട്ടിട്ടുണ്ട്. അന്ന് എനിക്കെതിരെ സംഘിവൽക്കരണത്തിൻ്റെ ആരോപണം ഉന്നയിച്ചവരാണ് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തിയത് എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്, വിരോധാഭാസമാണ്. അതുകൊണ്ട് ഈ വിമർശനങ്ങളെയും അതുപോലെ വളരെ നിലവാരമില്ലാത്ത എല്ലാ സമാന സ്വഭാവത്തിലുള്ള കമൻറ്റുകളാണ്. നിങ്ങൾ ആ കമൻറ്റുകളിലൂടെ പരിശോധിച്ചാൽ ഒരു ഫാക്ടറിയിൽ നിന്ന് പടച്ചുവിടുന്ന CPMൻ്റെ സൈബർ ഗൂണ്ടാ സംഘത്തിൽ നിന്ന് പടച്ചുവിടുന്ന പ്രതികരണങ്ങളാണ്. നിലവാരമില്ലാത്ത രക്ഷകർത്താക്കളെയൊക്കെ പച്ച തെറി വിളിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് ഈ സൈബർ സംഘങ്ങൾ പടച്ചുവിടുന്നത്. അതിലൊന്നും കണ്ട് ഭയന്ന് പിന്മാറാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, വർദ്ധിത ശക്തിയോടുകൂടി 2018-ലെയും 2019-ലെയും സംഭവവികാസങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹം ഒരിക്കൽ കൂടി ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് ഇതിൻ്റെ ബോധവൽക്കരണവുമായി മുന്നോട്ട് പോകുമെന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2018-ൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി വരുന്നത് 2018 സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ്. 2018 സെപ്റ്റംബർ മാസം 18-ാം തീയതി സുപ്രീം കോടതിയുടെ വിധി വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിറ്റേ ദിവസം തന്നെ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്ത് സ്ത്രീ പ്രവേശന സാധ്യത ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിനെ തുടർന്നാണ് ഒക്ടോബർ മാസം 9-ാം തീയതി രഹ്ന ഫാത്തിമ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ഏതാണ്ട് സന്നിധാനം വരെ എത്തിച്ചേർന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ജനുവരി മാസം 2-ാം തീയതിയാണ് ബിന്ദു അമ്മിണിയും കനകദുർഗയും പറയാം 2018 സെപ്റ്റംബർ മാസം 18-ാം തീയതിയാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി നിലവിൽ വരുന്നത്. ആ വിധി നിലവിൽ വന്നതിൻ്റെ അസൽ കോപ്പി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്ത് സ്ത്രീ പ്രവേശനം ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒക്ടോബർ മാസം 9-ാം തീയതി റഹ്ന ഫാത്തിമ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ശബരിമല സന്നിധാനം വരെ എത്തിച്ചേർന്നു. 2019 ജനുവരി മാസം 2-ാം തീയതിയാണ് ബിന്ദു അമ്മിണിയും കനകദുർഗയും പോലീസിൻ്റെ സമ്പൂർണ്ണ സംരക്ഷണത്തോടുകൂടി ശബരിമല ചവിട്ടാൻ അല്ലെങ്കിൽ മല ചവിട്ടാനും അതിന് പോലീസ് അകമ്പടിയോടുകൂടി അവിടെ എത്തിച്ചേരുന്ന സ്ഥിതി ഉണ്ടായത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആ ദിവസങ്ങളിൽ തന്നെ നിരന്തരം നിരവധി വാർത്തകൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ ഈ സമീപകാലത്താണ് സത്യത്തിൽ RSPയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഷിബു ബേബി ജോൺ ആണ് ആദ്യമായി ഈ പ്രശ്നം പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു. ബറോട്ടയും ബീഫും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കൊടുത്ത് കോട്ടയത്ത് പോലീസ് ക്ലബിൽ വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് അവരെ മല ചവിട്ടാൻ കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പമ്പാ സംഗമം നടന്നപ്പോൾ, പത്തനംതിട്ടയിൽ നടന്നപ്പോൾ അവിടെ പ്രസംഗിച്ച കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഈ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന വിശ്വാസ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ അടിവരയിട്ട് ഞാൻ പറഞ്ഞു, കനകദുർഗയ്ക്കും ബിന്ദു അമ്മിണിക്കും പൊറോട്ടയും ബീഫും ആവശ്യപ്പെട്ടപ്പോൾ അത് വാങ്ങിക്കൊടുത്ത് അതിനുശേഷമാണ് പോലീസ് വാനിൽ ആരും കാണാതെ, കാരണം വൻപിച്ച പ്രക്ഷോഭം നടക്കുമ്പോൾ, പ്രതിഷേധം നടക്കുമ്പോൾ
ആരും കാണാതെ വാഹനത്തിൽ കിടത്തി പമ്പയിൽ കൊണ്ടുവന്നതിന് ശേഷം മല ചവിട്ടാൻ കൊണ്ടുപോയത്. ഈ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഷിബു ബേബി ജോൺ പറഞ്ഞപ്പോഴും VD സതീശൻ പറഞ്ഞപ്പോഴും ഒരിക്കലും തോന്നാത്തൊരു വികാരമാണ് കഴിഞ്ഞ ദിവസം പന്തളത്ത് ഞാൻ പ്രസംഗിച്ചതിന് ശേഷം CPM സൈബർ സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള കനത്ത കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനതിനെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. കാരണം അവരുടെ മനസ്സിൽ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കേരളത്തിലെ ദശലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ച സംഭവമായിരുന്നു പോലീസിൻ്റെ സംരക്ഷണയോടുകൂടി, പോലീസിൻ്റെ അകമ്പടിയോടുകൂടി സ്ത്രീകളെ സന്നിധാനത്ത് പ്രവേശിപ്പിക്കാൻ വേണ്ടി നടന്ന കുൽസിതമായിട്ടുള്ള നീക്കം. അന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നം ഞാൻ ഉന്നയിച്ചു, ഞാൻ പ്രസംഗിച്ചു പല സ്ഥലത്തും. അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കെതിരായി എന്ന് മത്സരിച്ച ഇന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ വിശ്വാസത്തെ വികലമായി ദുരുപയോഗം ചെയ്തുകൊണ്ട്, മതവിശ്വാസത്തെ വികലമായി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ KN ബാലഗോപാൽ എനിക്കെതിരായി ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് ഹർജി നൽകി. ആ ഹർജി നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളി. അതിനുശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സമർപ്പിച്ചു. ആ പ്രത്യേകാനുമതി ഹർജിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തള്ളി. അപ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും തള്ളിയ ഒരു വാദമുഖത്തെ വീണ്ടും അത് മുനകൂർപ്പിച്ചുകൊണ്ട് എനിക്കെതിരെ വർഗീയമായ ആക്ഷേപം നടത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമമാണ് CPM സൈബർ ഹാൻഡിലുകളുടെ നേതൃത്വത്തിൽ എനിക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന കടന്നാക്രമണം. നിങ്ങൾ ആ കമൻറ്റുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. നിലവാരമില്ലാത്ത, വില കുറഞ്ഞ ആ കമൻറ്റുകളെല്ലാം ആസൂത്രിതമായി ഒരു കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വളരെ ബോധപൂർവമായി ഈ സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അടിയുറച്ചു നിൽക്കുന്നു. ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും വേണ്ട. വിശ്വാസത്തെ ഏറ്റവും കൂടുതൽ വ്രണപ്പെടുത്തിയ, ദുർബലപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പിൻബലത്തിൽ, സുപ്രീം കോടതിയുടെ പശ്ചാത്തലത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ അന്നത്തെ പിണറായി വിജയൻ ഗവൺമെൻറ് എടുത്ത സമീപനം. ആ ഗവൺമെൻറ് 2025 എത്തുമ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി വിശ്വാസ സമൂഹത്തോട് കൂറ് പ്രഖ്യാപിക്കുമ്പോഴാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. ആ വൈരുദ്ധ്യമാണ് ഈ പ്രസ്താവനയിലൂടെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അതാണ് ഞാൻ ആവർത്തിക്കുന്നത്. പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്ത് കനകദുർഗയും അമ്മിണിയും ഉൾപ്പെടെയുള്ളവരെ മല ചവിട്ടാൻ പ്രേരിപ്പിക്കുകയും സംരക്ഷണ കവചം ഒരുക്കുകയും ചെയ്ത ആഭ്യന്തര വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള അതേ ഗവൺമെൻറ് 2018 കഴിഞ്ഞ് 2019 കഴിഞ്ഞ് 2025 ആകുമ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി പിണറായി വിജയൻ ഏറ്റവും വലിയ അയ്യപ്പ ഭക്തനാണ് എന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന സമ്മേളനം അത് നടത്തുമ്പോൾ അതിലുള്ള വിരോധാഭാസം ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ മൗലികമായിട്ടുള്ള അവകാശമാണ്. അതിൽ അടിയുറച്ച് തന്നെ നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഈ സൈബർ സംഘങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കനത്ത കടന്നാക്രമണത്തെ മുഖവിലക്കെടുക്കുന്നത് പോലുമില്ല. കാരണം ഏതിനെയും എന്തിനേയും വർഗീയവൽക്കരിക്കുക എന്നുള്ളത് ഇന്ന് CPMൻ്റെ ഒരു നയമാണ്, സമീപനമാണ്. ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും പാർപ്പിടമാണെങ്കിലും ഏത് വിഷയത്തെയും വർഗീയവൽക്കരിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ കഴിയുമോ എന്നുള്ള പരിശോധനയാണ് എക്കാലവും CPM കേരളത്തിൽ നടത്തുന്നത്. ഇന്ന് കേരളത്തിൻ്റെ സാമുദായിക പരിപ്രേക്ഷ്യം പരിശോധിച്ചാൽ, സാമുദായികമായിട്ടുള്ള ഘടകങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കേരളത്തെ വർഗീയവൽക്കരിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്നുള്ളതാണ്. ഞാൻ നടത്തിയ പ്രസ്താവനയെപ്പോലും വക്രീകരിച്ച്, വളച്ചൊടിച്ച്, അതിനെപ്പോലും വർഗീയവൽക്കരിച്ചു കൊണ്ടുള്ള വ്യാഖ്യാനം നൽകിക്കൊണ്ട് എന്നെ സംഖ്യവൽക്കരിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതേ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും തെരഞ്ഞെടുപ്പ് ഹർജി നടത്തിയപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഹർജി തള്ളിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഹൈക്കോടതിയും വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കറിയാൻ പറയാം, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2018 വിധിയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് ഗവൺമെന്റിനോട് ഉത്തരവ് കൊടുത്തിട്ടില്ല, ഡയറക്ഷൻ കൊടുത്തിട്ടില്ല. സ്ത്രീകൾക്ക് ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള, ആരാധനാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനുള്ള അവകാശം പുരുഷനെ പോലെ സ്ത്രീക്കുമുണ്ട് എന്ന് മാത്രമേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞുള്ളൂ. അല്ലാതെ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്നുള്ള മാൻഡേറ്ററി ഡയറക്ഷൻ സുപ്രീം കോടതിയിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തില്ല.
ആ സുപ്രീം കോടതി വിധി വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ അസൽ പകർപ്പ് പോലും ലഭിക്കുന്നതിന് മുമ്പ് സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് കാണിച്ച വ്യഗ്രത, ഒരു നിയമം അല്ലെങ്കിൽ ഒരു കോടതി ഉത്തരവ് ലംഘിക്കുമ്പോഴാണ് ഗവൺമെൻറ് സംരക്ഷണവുമായി പോകേണ്ടത്. ഇവിടെ ആരും ലംഘിച്ചില്ല. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം വന്ന ഉടൻ തന്നെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി ആൾക്കാരെ സജ്ജമാക്കി തയ്യാറാക്കി കൊണ്ടുപോയി പോലീസ് വാഹനത്തിൽ സംരക്ഷണ കവചമൊരുക്കി കൊണ്ടുപോയി അവിടുത്തെ വിശ്വാസപരമായിട്ടുള്ള ആചാരത്തെ ലംഘിക്കാനും അതുവഴി കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചു എന്ന കീർത്തി നേടുന്നതിന് വേണ്ടി പിണറായി വിജയനും CPM-ഉം ഗവൺമെൻറ്റും നടത്തിയ കുൽസിതമായ നീക്കം ഇപ്പോൾ അത് ഓർമ്മിപ്പിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായി തീർന്നിരിക്കുന്നു. കാരണം ഇന്ന് ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ചതുകൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. ഞാൻ ചോദിക്കുന്നു, ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ കണക്ക് പ്രസിദ്ധീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറുണ്ടോ? ആരെല്ലാമായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ സ്പോൺസർമാർ? എത്ര തുകയാണ് ഗവൺമെൻറ് ലഭിച്ചത്? ഏത് രൂപത്തിലാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് ആവശ്യമായിട്ടുള്ള ധനസമാഹരണം നടത്തിയത്? 8 കോടിയിലധികം രൂപ, 630 പേർ പങ്കെടുത്ത ആഗോള അയ്യപ്പ സംഗമത്തിന് 8 കോടിയിലധികം രൂപ ചെലവഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടടക്കം സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ 2018-ഉം 2019-ഉം ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് CPM-ന് അലോസരമുണ്ടാക്കുമെന്നുള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ച് ഞാനത് പറയുമ്പോൾ അതിനെ വർഗീയ പരിപ്രേക്ഷ്യം നൽകി കടന്നാക്രമിക്കാൻ CPM-ന്റെ സൈബർ സംഘത്തിൻ്റെ നിർദ്ദേശാനുസരണം അത്തരത്തിലുള്ള സൈബർ സംഘങ്ങളുടെ കടന്നാക്രമണം നടത്തുന്നത് ആ സൈബർ സംഘങ്ങളുടെ കടന്നാക്രമണത്തെ മുഖവിലക്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ പറഞ്ഞ കാര്യം സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് കേരള സമൂഹത്തിൽ തുടർന്നും ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.